വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഇന്ദ്രബാബു, RS ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കൾ, സ്വാഭാവികമായിട്ടും പുതിയ കാലം നേരത്തെ പ്രവീൺ പറഞ്ഞതില്ല, പുതിയ കാലമാണ്. പുതിയ രീതികൾ നമ്മൾ പഠിച്ചു നോക്കുന്നത്. ടെക്നോളജി മാറുമ്പോൾ പല തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാനിത് പറയാൻ കാരണം, ഗുരു എന്നൊരു സിനിമ ഞങ്ങൾ 1997 ചെയ്യുമ്പോൾ വിഷ്വൽ എഫക്ട്സിനെ കുറിച്ചിട്ട് വിഷ്വൽ എഫക്ട്സിൻ്റെ ഒരു ലെവലിൽ മാറി വരുന്ന സമയമാണ്. VFX ചെയ്യാൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ടെക്നോളജി ലഭിച്ച പുതിയതായ കാര്യങ്ങൾ ഫ്രെയിമിനകത്തേക്ക് കൊണ്ടുവരാം എന്നൊക്കെ പറയുന്ന ഒരു ആലോചനകളും അതിനുവേണ്ടി ഉള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു പീരീഡിലാണ് 97 അങ്ങനെ സിനിമ നമ്മൾ മലയാളത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ സിനിമ എന്നൊരു മീഡിയം തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ കാലത്ത് ഏറ്റവും രസകരമായി തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ആ ഫ്രെയിമിനകത്തേക്ക് എന്തെല്ലാം പുതിയതായിട്ട് ആഡ് ചെയ്യാൻ ഇല്ലാത്തത് പോലും, നമ്മുടെ കയ്യിൽ സാധ്യമല്ലാത്തത് പോലും വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പാകത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒരു ശരീരം വേണമെങ്കിൽ ഏറ്റവും പണ്ടൊക്കെയാണ് ചെയ്യാൻ ഈ CG-യുടെ സാധ്യതകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കൂടെ ആഡ് ഓൺ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ വേണമെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, കളയാം. വേണമെങ്കിൽ ഒരു ശരീരത്തെ ഏറ്റവും തടിച്ച ശരീരവും ഏറ്റവും മെലിഞ്ഞ ഒരു ശരീരവുമാക്കി മാറ്റാം. അതല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ്യൂംസ് മാറ്റാം. എന്ത് വേണമെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്ത് നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ ഈ കാഴ്ചയെ മാറ്റിമറിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ടെക്നോളജി മാറിയ ഒരു കാലത്ത് പഴയ രീതികളിൽ നിന്ന് മാറി. പ്രസ് ക്ലബ് നേരത്തെ പറഞ്ഞതുപോലെ പ്രസ് ക്ലബിനകത്ത് ഈ നമ്മൾ പഠിപ്പിക്കുന്ന മാധ്യമ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ മാറ്റത്തെ പുതിയ ജനറേഷന് പഠിപ്പിച്ചു കൊടുക്കാൻ ഇപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ കൂടിയുണ്ട്. അപ്പം ഇവിടെ പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പ്രിന്റ് മീഡിയ മാത്രമല്ല, വിഷ്വൽ മീഡിയയിൽ തന്നെ എന്തെല്ലാം സാധ്യതകളുണ്ട്, എന്തെല്ലാം സാധ്യതകൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലേക്ക് കൊണ്ടുപോകാം എന്ന് പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരം തീർച്ചയായും ഈ പ്രസ് ക്ലബിൻ്റെ നൈപുണ്യ പദ്ധതി, തൊഴിൽ നൈപുണ്യ പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ ചെയ്തു കൊണ്ടുവരുന്നു എന്നുള്ളത് തികച്ചും സ്ഥാപനീയമായ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എനിക്ക് ഏറ്റവും സന്തോഷം വിമലുണ്ട്, സുബ്രതമുണ്ട്, അപ്പു ഉണ്ട്. ഇവരെല്ലാം ഒരു തരത്തിൽ വളരെ കൃത്യമായിട്ട് ഈ ടെക്നോളജി അറിയാവുന്ന പുതിയ ജനറേഷനാണ്. പുതിയ രീതികൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ മാറ്റം തിരിച്ചറിയാൻ കിട്ടുന്ന ഒരു സാധ്യത നമ്മൾ എടുക്കുമ്പോൾ മാത്രമാണ് ഈ ഇത്തരം അവസരങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. ഞങ്ങളുടെ ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ, ഞാൻ 97 ഗുരു ചെയ്യുന്ന സമയത്ത് CG പോർഷനിലൊക്കെ സജീവമായിട്ട് ഇമാക്സുകാരുടെ കൂടെ ഇരുന്നിട്ട് വളരെ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുന്ന ഒരു അവസ്ഥകൾ ഉണ്ടായിരുന്നില്ല. അന്ന് അവർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കും കൃത്യമായിട്ട്, കാരണം നമുക്ക് എങ്ങനെ നമ്മളൊരു ക്രിയേഷൻസ് ഉണ്ടാക്കി, ടെക്നോളജിയിലേക്ക് ക്രിയേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്ന സാധ്യതകൾ അന്ന് വളരെ ഏറ്റവും കൂടുതൽ ചെലവേറിയ ഒരു അവസരമാണ്. ഇന്നിപ്പോൾ വേണമെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ പോലും നിങ്ങൾക്ക് എത്ര പോലും സാധ്യതകൾ ഉണ്ടാകും. ഞാൻ ഒഴിമുറ ചെയ്യുന്ന സമയത്ത് അന്ന് 2K ഡിജിറ്റൽ സിനിമ ചെയ്യുന്ന ഒരു ഡിജിറ്റലിലേക്ക് മാറിയ ഒരു പീരീഡാണ്. 2008 ഞങ്ങൾ US മെയ്ഡ് ഇൻ USA എന്ന് പറയുന്നത്, അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പടം ചെയ്തു പോകുമ്പോൾ അന്ന് യൂസ് ചെയ്ത ക്യാമറകൾ, ഡിജിറ്റൽ ക്യാമറകൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അതിന്റെ സാധ്യതകൾ, ഫിലിമിൽ നിന്നും ഉണ്ടാകുന്ന വേറെ ചേഞ്ച് ഉണ്ടാകുന്ന സമയമാണ്. അപ്പം അതൊക്കെ ഉപയോഗിച്ച് പഠിച്ചു വന്നപ്പോൾ നമ്മളും കണ്ടു പഠിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴുള്ള സ്ഥിതിക്ക് നിങ്ങൾ തൊട്ട് ചെയ്ത് പഠിക്കാനുള്ള സാധ്യതകളിൽ കൂടെ ഒരു കാലം നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു സാധ്യത തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും ഗുണകരമാകും. പ്രസ് ക്ലബും വിമലിന്റെ സ്ഥാപനവും ചേർന്ന് നടത്തുന്ന ഇത്തരം ഒരു ശില്പശാല തീർച്ചയായും വരും തലമുറയിലേക്ക് കൂടി പകർന്നു കൊടുക്കാൻ പാകത്തിലേക്ക് നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു കാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. കാരണം നമുക്ക് അറിയാവുന്ന സുഹൃത്തുക്കളോടൊപ്പമുള്ള ഒരു വേദി കൂടിയാണ്, അറിയാവുന്ന ആളുകളോടൊപ്പമുള്ള ഒരു വേദി എപ്പോഴും സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. ആ സന്തോഷം എല്ലാ കാലത്തും നിലനിൽക്കട്ടെ. ഇന്ന് മലയാളം പുതിയ വർഷം കൂടിയാണ്. സ്വാഭാവികമായിട്ടും 1200 ആണ്ട് എന്ന് പറയുന്ന ഒരു കണക്ക് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കഥയെ കൂടിയാണ്. തീർച്ചയായിട്ടും
ആ ഒരു ദിനത്തിൽ ഇങ്ങനെ ഒരു ഓർമ്മയ്ക്ക് പറ്റുന്ന ഒരു ദിനവും കൂടിയാക്കി മാറ്റിയതിൽ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി സാർ. അതുപോലെ തന്നെ അടുത്തതായി